നാട്ടിൽ ലഹരി ഉപയോഗിച്ച മകനെ വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു, ജോലിയെ ഏൽപ്പിച്ചു കൊടുക്കാം, അവന് സ്വസ്ഥമായി ജീവിക്കാം, ലഹരിയിൽ നിന്ന് മോചിതനാകാമെന്ന് വിചാരിച്ച് മകനെ ഗൾഫിലേക്ക് കൊണ്ടുപോയപ്പോ പിതാവിനെ കൊന്ന് 2 കണ്ണുകളും ചൂടുന്നെടുത്ത് പിതാവിന്റെ ശരീരം മുറിവേൽപ്പിച്ച് ആ പിതാവിന്റെ നാട്ടിലേക്ക് മരണപ്പെട്ടതിന് ശേഷം ഇങ്ങോട്ട് മൃതദേഹം കയറ്റി അയക്കുമ്പോ മകനെ ഗൾഫിലൂടെ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള എത്രയെത്ര വാർത്തകളാണ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കേൾക്കുന്നത്. ചിരിച്ചുകൊണ്ട് സഹോദരനെ, മാതാവിനെ, പിതാവിനെ, കുടുംബത്തെ, അയൽവാസിയെ ചിരിച്ചുകൊണ്ട് കൊലപ്പെടുത്തുന്ന മാരകമായ സിന്തറ്റിക് ലഹരികൾ നമ്മുടെ ചെറുപ്പക്കാർ ഉപയോഗിക്കുന്നു. അവരെ നമുക്ക് ഇതിന്റെ മതപരമായ ഒരു കാഴ്ചപ്പാടുള്ളൂ. നമ്മുടെ മതപരമായ കാഴ്ചപ്പാട് ജീവിതത്തിൽ വിജയിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നത് ലഹരിയിൽ നിന്ന് നിങ്ങൾ മോചിതരാകണം. കാരണം ലഹരി എന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും മാത്രമേ ലഹരി ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ലഹരി ഉപയോഗിക്കുകയെന്ന് മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ഇരിക്കുക പോലും ചെയ്യരുത് എന്നതാണ്. രാജ്യം ഭരിച്ചിരുന്ന കാലം ലഹരി ഉപയോഗിച്ചിരുന്ന ആളുകളെ പിടികൂടി ഇസ്ലാമികമായ നിയമമുള്ളത് കൊണ്ട് അവർക്ക് ശിക്ഷ വിധിച്ചു. ശിക്ഷ വിധിച്ച സമയത്ത് ലഹരി ഉപയോഗിച്ച ആളുകൾ, ലഹരി ഉപയോഗിക്കുന്നവരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നത് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല, ഇദ്ദേഹം ലഹരിയുടെ കൂടെ ആ ഇരുന്ന് നോക്കുന്നവരുണ്ടല്ലോ അവിടെ നിന്ന് ശിക്ഷ ആരംഭിക്കട്ടെ എന്ന്. ഒരു തെറ്റിനോട് നിങ്ങൾ സഹകരിക്കുക പോലും ചെയ്യരുത്, മൗനം പാലിക്കുക പോലും ചെയ്യരുത്. അത് ആരാണെങ്കിലും, സ്വന്തം പിതാവാണെങ്കിലും, മക്കളാണെങ്കിലും, കുടുംബമാണെങ്കിലും ശക്തമായി ആ അധാർമികൾക്കെതിരെ പ്രതിരോധിക്കണമെന്നതാണ് മതത്തിന്റെ കാഴ്ചപ്പാട്. അപ്പോഴേ നിങ്ങൾക്കൊരു ഉത്തമ സമുദായമായി മാറാൻ സാധിക്കുകയുള്ളൂ എന്ന് മതം പറയുന്നു. മുമ്പ് പ്രസവിച്ച് ഒരുക്കി വളർത്തിയ ഒരു മാതാവ് പറഞ്ഞത് എന്നെ കൊലപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് നിയമപാലകരോട് ഉത്തരം പറയുന്നു, ഉയർത്തിൽ നിന്ന് എത്രയോ വർഷം ശിക്ഷ ലഭിക്കുന്ന ഒരു ശിക്ഷ ലഭിക്കുമെന്ന് മാതാവിന് അറിഞ്ഞിട്ടും പിതാവിന്റെ പേര് വെളിപ്പെടുത്താനുള്ള കാരണം അത് വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ നാശമാണ്, സമൂഹത്തിന്റെ നാശമാണ്, അയൽവാസികൾക്ക് നാശമാണ് എന്നതൊരു മാതാവിന്റെ തിരിച്ചറിവാണ്. അതുകൊണ്ട് ലഹരി എന്ന മാരകമായ 5 or 6 വർഷം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ പോലും ദുർബലപ്പെടുത്തുന്ന മാരകമായ ലഹരികൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരുമ്പോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പ്രതിരോധം തീർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ നിന്നാണ് പ്രതിരോധം തീർക്കേണ്ടത്. രാത്രികാലങ്ങളിൽ എപ്പോഴാണ് മക്കൾ മുൻപിലേക്ക് വരുന്നത്, എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്ന് അന്വേഷിക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ നമ്മളോട് പറഞ്ഞു, പല തലമുറകൾക്ക് ചുറ്റുമെന്ന് മാത്രമല്ല, ആളുകളുടെ ശ്രദ്ധയെത്താത്ത, കണ്ണുകളെത്താത്ത ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് എന്ന് മാതാപിതാക്കൾക്ക് അറിയില്ലെങ്കിൽ, മഹല്ലുമാരവാദികൾക്ക് അറിയില്ലെങ്കിൽ, കാരണവന്മാർക്ക് അറിയില്ലെങ്കിൽ ലഹരി മാഫിയകൾക്ക് അറിയാം. മനുഷ്യരുടെ കണ്ണെത്താത്ത, ചെറുപ്പക്കാരെ വഴിപിഴപ്പിക്കുന്ന, ചെറുപ്പക്കാരെ അധാർമികതയിലേക്ക് തള്ളിയിടുന്ന കേന്ദ്രങ്ങളും സ്ഥലങ്ങളും അവർക്കറിയാം. ആ കേന്ദ്രങ്ങളെ, സ്ഥലങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ധാർമ്മികമായ പാഠം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല എന്നതിൽ നമുക്ക് അഭിമാനം ഉണ്ടാകണം. ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല, ഞാൻ 4 വിട്ട് കഴിഞ്ഞാലും ഇങ്ങനെ നിൽക്കുമെന്ന് ചെറുപ്പക്കാർ അഭിമാനത്തോടുകൂടി പറയാറുണ്ട്. എന്റെ അഭിമാനമാണ് അതിലുള്ളത്, എന്റെ അഭിമാനമാണ് അതിലുള്ളത്. സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്ന, സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തുന്ന, സ്വന്തം കുടുംബത്തെ ഉന്മൂലനം ചെയ്യുന്ന, നാടിന്റെയും സമൂഹത്തിന്റെയും ഒരു നിയമങ്ങളും പാലിക്കാതെ നിയന്ത്രണങ്ങളില്ലാതെ ജീവിക്കുന്ന, മനുഷ്യന്റെ വിശേഷ ബുദ്ധിയെ പോലും ദുർബലപ്പെടുത്തുന്ന, മനുഷ്യന്റെ ബോധോദയ മണ്ഡലത്തെ പോലും ഇല്ലാതാക്കുന്ന ലഹരി ഉപയോഗിക്കുന്നതിലൂടെ എന്ത് അഭിമാനമാണ് ചെറുപ്പക്കാരെ, മനുഷ്യരെ, സമൂഹമേ നമുക്ക് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതില്ലേ? നമുക്ക് അഭിമാനം ഉണ്ടാകേണ്ടതുണ്ട്. ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല എന്നൊരു അഭിമാനം ഉണ്ടാകേണ്ടതുണ്ട്. 2022 T20 വേൾഡ് കപ്പ് ഇംഗ്ലണ്ടും പാകിസ്ഥാനും തമ്മിലായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ ഗ്യാലറിയിൽ ഇംഗ്ലണ്ട് പാകിസ്ഥാനോട് വിജയിക്കുന്നു. കോടിക്കണക്കിന് ആളുകൾ മൊബൈൽ ഫോണിൽ, എത്രയോ ആളുകൾ ഈ മത്സരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോ അവിടെ ഇംഗ്ലണ്ട് വിജയിക്കുന്നു. വിജയത്തിന്റെ ഹർഷാരവങ്ങൾ മുഴങ്ങുന്നു. എല്ലാവരും ഈ വിജയാഘോഷം നടക്കുന്ന സന്ദർഭത്തിൽ ഇംഗ്ലണ്ടിന്റെ 2 കളിക്കാർ എല്ലാ ആഘോഷങ്ങൾക്കും കൂടി കൊടുക്കുന്നു.
ട്രോഫി അവരുടെ കയ്യിൽ വെച്ചു, ഫോട്ടോ പോസ്റ്റ് ചെയ്തു. അവസാനം ഇംഗ്ലണ്ടിലെ കളിക്കാർ ലക്ഷക്കണക്കിന് കാണികൾ നോക്കി നിൽക്കെ, കോടിക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കെ അവിടെ മദ്യമെടുത്തുകൊണ്ട് അതിങ്ങനെ പൊട്ടിക്കാൻ നിൽക്കുമ്പോൾ അതിൽ നിന്ന് രണ്ട് കളിക്കാർ അതിൽ നിന്ന് ഷാറും മറ്റൊരു കളിക്കാരനും പതുക്കെ എങ്ങനെ മാറുന്നു. അവർ ആലോചിച്ചോ, എന്നിങ്ങനെ മാറിപ്പോയാൽ ഒരു മോശക്കാരാകുന്നു, ഞങ്ങളിങ്ങനെ മാറിപ്പോയാൽ സമൂഹം ഞങ്ങളെ എങ്ങനെ വിലയിരുത്തും, ഒരു ആഘോഷത്തിന് ലഹരിയില്ലാതെ എന്റെ ആഘോഷം വിലയിരുത്തുമോ എന്നവർ ചിന്തിച്ചോ? ഇല്ല. ആ ഇംഗ്ലണ്ടിന്റെ രണ്ട് കളിക്കാരും ഇങ്ങനെ അഭിമാനത്തോടുകൂടി ആ ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്നു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല, ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ ശക്തമായി ഞാൻ പ്രവർത്തിക്കുകയും ഞാൻ അതിൽ ഇടപെടുകയും ചെയ്യും എന്നതാണ് പുതിയ കാലത്ത് ചെറുപ്പക്കാർക്ക് ബോധോദയം ഉണ്ടാകേണ്ടത് എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ, ലഹരി എന്നത് തിന്മകളുടെ മാതാവാണ്, അത് വലിയ പാപമാണ്. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സ്വന്തം മാതാവിനെ, സ്വന്തം അമ്മായിയെ, സ്വന്തം സഹോദരയെ അവൻ പ്രാപിച്ചേക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശക്തമായ സമൂഹത്തിൽ നിർമ്മാണം തുറന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ ബോധവൽക്കരണം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ മതം മുന്നോട്ട് വെക്കുന്ന ഏതാശയമാണെങ്കിലും നാം തിരിച്ചറിയേണ്ടത് അത് നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ളതാണ്, നമ്മുടെ നന്മക്ക് വേണ്ടിയുള്ളതാണ്. പരലോകത്ത് രക്ഷപ്പെടുക എന്നത് മാത്രമല്ല, നമ്മുടെ മതം നമ്മോട് പറയുന്ന ഏതൊരു കാര്യം നാം എടുത്ത് പരിശോധിച്ചു നോക്കൂ, അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ലഹരിയെ നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം, എങ്കിലേ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് സൂചിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ലഹരി പോലെ മാരകമായി നമ്മുടെ നാട്ടിൽ വളർന്നു കൊണ്ടിരിക്കുന്ന ഒന്നാണ് വർഗീയത എന്നത്. നമ്മളൊന്ന് നോക്കൂ, നമ്മളെയൊക്കെ ഒരേ രൂപമാണ്, ഒരേ ആകൃതിയാണ്, ഒരുപോലെയാണ്, മനുഷ്യരൂപമാണ്. ഇനി ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങി നോക്കൂ, ആ അങ്ങാടിയിൽ കാണുന്ന കൃഷ്ണനും, ആ അങ്ങാടിയിൽ കാണുന്ന ജോസഫും, ആ അങ്ങാടിയിൽ കാണുന്ന മഹമ്മദും എല്ലാവരും മനുഷ്യരൂപമാണ്. എന്നാൽ മനുഷ്യർക്കിടയിൽ വേർതിരിവുണ്ടാക്കാൻ, മനുഷ്യരെ ചിന്തിക്കാൻ, മനുഷ്യർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ പോലും വെറുപ്പിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ സഹോദരങ്ങളെ, നമുക്കൊരാളെ വെറുക്കാൻ കഴിയില്ല. ഇങ്ങോട്ട് വർഗീയത വെച്ച് പുലർത്തുന്നവരോട് അങ്ങോട്ടും വർഗീയത വെച്ച് പുലർത്തണമെന്നത് നമ്മുടെ നയമല്ല. ഇങ്ങോട്ട് വെറുപ്പുണ്ടായാലും അങ്ങോട്ട് സ്നേഹിക്കുക എന്നതാണ്. പല അവസരങ്ങളിൽ നന്മയും തിന്മയും സമമാവുകയില്ല കേട്ടോ, നന്മയും തിന്മയും സമമാവുകയില്ല കേട്ടോ. ഇങ്ങോട്ട് തിന്മയിൽ നിന്നാലും ഏറ്റവും നല്ല നന്മ കൊണ്ട് അതിനെ പ്രതിരോധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും അവർക്കുമിടയിൽ ശത്രുതയുണ്ടെങ്കിലും അവർ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളായി തീരുമെന്നാണ്. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അവർ പ്രശ്നക്കാരാണ്, അവർ കൂടുതലുണ്ടായാൽ അവിടെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്ന വർഗീയത കേരളത്തിൽ പോലും പറയുമ്പോൾ ഈ റമദാനിൽ നമ്മുടെ സഹായം ഏറ്റുവാങ്ങിയ ഇതര മതസ്ഥരുണ്ട്. അവർ ഇതര മതസ്ഥരായതുകൊണ്ടല്ല അവരെ നാം സഹായിച്ചത്, അവർ ഇതര മതസ്ഥരായതുകൊണ്ടല്ല അവരെ നാം ഇഫ്താറിലേക്ക് വിളിച്ചത്, അവർ ഇതര മതസ്ഥരായതുകൊണ്ടല്ല ഇന്നവർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അവർ മനുഷ്യരാണ്, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, അവർ നമ്മുടെ അയൽവാസികളാണ്. അവരെ നാം ആദരിക്കേണ്ടതുണ്ട്. കാരണം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവർ പ്രശ്നക്കാരാണ് എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലുള്ളവർക്ക് അറിയാം ഇവർ പ്രശ്നക്കാരല്ല, ഇവർ സഹായിക്കുന്നവരാണ്. ഇവരുടെ മതം സഹായിക്കാനാണ് പറയുന്നത്, ഇവരുടെ മതം പാവപ്പെട്ടവരെ സംരക്ഷിക്കാനാണ് പറയുന്നത്. സാധുവിന്റെയും വിധവയുടെയും കാര്യത്തിൽ ഓടി നടക്കുന്നവൻ ദൈവിക മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരെ പോലെയാണ് എന്ന് ഇതിനു വേണ്ടി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ജിഹാദ് എന്നാൽ എന്താണ്? ജിഹാദ് എന്നാൽ വിധവയിലെ പ്രയാസപ്പെടുന്ന സ്ത്രീ വിധവ എന്നാണ് പറഞ്ഞത്, മുസ്ലിമായ വിധവ എന്നല്ല. ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീകളുണ്ടോ അവരുടെ കാര്യത്തിൽ നന്മ ചെയ്യുക, പിതാവ് നഷ്ടപ്പെട്ട മക്കളുണ്ടോ അവരെ സംരക്ഷിക്കുക, അത് ജിഹാദാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലഹരി പോലെ പടർന്നു വന്നിരിക്കുന്ന, ലഹരിയിൽ പോലും മതം നോക്കുന്ന, ലഹരിയിൽ പോലും മതം നോക്കുന്ന അപകടകരമായ
വൃത്തികെട്ട ഒരു കാലഘട്ടത്തിലാണ് പ്രിയപ്പെട്ടവരെ നാം ജീവിക്കുന്നത്. ലഹരി ഉപയോഗിക്കുന്നത് ഒരു ഹൈന്ദവനാണെങ്കിൽ അത് മുസ്ലിം സഹോദരങ്ങൾ ഷെയർ ചെയ്യുന്നു. ലഹരി ഉപയോഗിക്കുന്നത് ഒരു മുസ്ലിം ആണെങ്കിൽ അവിടെ ഇസ്ലാമിനെ കളിയാക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നത് ഒരു ക്രൈസ്തവനാണെങ്കിൽ അത് ഷെയർ ചെയ്യപ്പെടുന്നു. അത് മുസ്ലിം ആണെങ്കിൽ മുസ്ലിമിനെ പരിഹരിച്ച് ഷെയർ ചെയ്യപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ലഹരി എന്നത് ഒരു സാമൂഹിക വിപത്താണ്. ഒരു കുടുംബത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു മാതാവിനെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അവരുടെ മക്കൾ അനാഥമാകുന്നു, അവരുടെ സഹോദരങ്ങൾ മാതാവില്ലാത്തവരാകുന്നു. ഒരു കുടുംബമാണ്, ഒരു ഗവൺമെന്റാണ് ആ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത്. അതൊരു മതവുമായി ബന്ധപ്പെട്ടതല്ല. ഈ സാമൂഹിക വിപത്തിനെതിരെ ഒന്നിച്ചു മുന്നേറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, വളരെ സന്തോഷത്തോടുകൂടി നാം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, ഇങ്ങനെ നിർഭയത്വത്തോടുകൂടി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ, തക്ബീറുകൾ ഉച്ചത്തിൽ നാം ചൊല്ലുമ്പോൾ, ബാങ്കുകൾ വിവിധ പള്ളികളിൽ നിന്ന് നാം കേൾക്കുമ്പോൾ, മനുഷ്യരായി ഹൈന്ദവനെന്നോ ക്രൈസ്തവനെന്നോ മുസ്ലിമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നിച്ച് സ്നേഹിച്ച് ആദരിച്ച് നാം ആഘോഷിക്കുമ്പോൾ, പലസ്തീൻ എന്ന രാജ്യത്ത് നമ്മുടെ സഹോദരങ്ങൾ കഷ്ടപ്പാട് അനുഭവിക്കുകയാണ്, പ്രയാസം അനുഭവിക്കുകയാണ്. അവിടേക്ക് എല്ലാവരും ആട്ടിയോടിച്ച സമൂഹത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചവരാണ് പലസ്തീനിൽ. ഇരു കൈകളും നീട്ടി സ്വീകരിച്ചവരാണ് അവർ. ആ സ്വീകരിച്ചവർ ഇവരെ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ, അഭയാർത്ഥികളാക്കാൻ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന, യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ, ലക്ഷക്കണക്കിന് മനുഷ്യർ അതിന് ക്രൂരമായി വർഷിച്ച് കൊലപ്പെടുത്തുന്ന അപകടകരമായ ഒരു സാഹചര്യം. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിൽ ഓരോരുത്തരും പെരുന്നാൾ ആഘോഷിക്കുന്ന, ഭക്ഷണമില്ലാത്ത, വസ്ത്രമില്ലാത്ത, ശരീരത്തിൽ പൂർണ്ണമായി അവയവങ്ങൾ പോലും ഇല്ലാത്ത, മാതാവില്ലാത്ത, പിതാവില്ലാത്ത, സഹോദരങ്ങളില്ലാത്ത ഒടുക്കപ്പെട്ട സഹോദരങ്ങൾ പലസ്തീനിൽ മണ്ണിൽ ജീവിക്കുമ്പോൾ അവർക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി സഹോദരങ്ങളെ നാം പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ നിർഭയത്വം പ്രദാനം ചെയ്യണം റഹ്മാനെ, സന്തോഷം പ്രദാനം ചെയ്യണം റഹ്മാനെ. അതിലേക്ക് നീ സന്തോഷത്തെയും സമാധാനത്തെയും തിരിച്ചു നൽകണേ റഹ്മാനെ. ഞങ്ങളിൽ ഭൂകമ്പം സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന ഭൂകമ്പം, അതാണ് മനുഷ്യർ നമ്മുടെ അഹങ്കാരം ഇല്ലാതാക്കുന്ന. ഒരു മിനിറ്റ് വേണ്ട, 30 മിനിറ്റ് സെക്കൻഡ് വേണ്ട, 10 സെക്കൻഡ് മാത്രം ഈ ഭൂമിയിലെ താളമൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ സഹായങ്ങൾ തരും. ആ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല. പ്രിയപ്പെട്ടവരെ, ആ സഹോദരങ്ങൾ ഒരുപാട് പേർ മരണപ്പെട്ടു, ഒരുപാട് പേർ കഷ്ടതകൾ അനുഭവിക്കുന്നു, ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്നു. അല്ലാഹുവേ, ഞങ്ങളുള്ള സഹോദരങ്ങൾക്ക് നിർഭയത്വം നൽകണേ. ഇടക്കിടക്ക് ഇനിയും അത് സംഭവിക്കാമെന്നാണ് ശാസ്ത്രലോകത്തിലേക്ക് എത്തപ്പെടുന്നത്. അല്ലാഹുവേ, ആ പ്രയാസങ്ങൾ അവരിൽ നിന്ന് ദൂരീകരിക്കണം റബ്ബേ. സഹോദരങ്ങളെ, നമുക്ക് അകത്ത് നിൽക്കാൻ, ചേർന്ന് നിൽക്കാൻ, കിറ്റുകൊണ്ടുപോയി കൊടുക്കാൻ, ഒരു വീട്ടിൽ താമസിക്കാൻ ഒരു പ്രളയം വരണമെന്നത് നിർബന്ധമാണ് എന്ന ഒരവസ്ഥയിലേക്ക് നാം എത്തണം. ഒരു പ്രളയമുണ്ടായാലേ ഒന്നിക്ക് കഴിയുള്ളൂ, ഒരു പ്രശ്നമുണ്ടായാലേ ഒന്നിക്ക് കഴിയുള്ളൂ, ഒരു സാമൂഹിക വിപത്തുണ്ടെങ്കിലേ ഒന്നിക്ക് കഴിയുള്ളൂ. ഞങ്ങൾക്ക് തിരിഞ്ഞണമെന്നാൽ ഞങ്ങൾ കഴിച്ചു പോകും, ഞങ്ങൾ മതം പറയും, ഞങ്ങൾ മതം പറഞ്ഞ് വേർതിരിഞ്ഞുവന്ന വർഗീയതയുടെ സന്ദേശമാണോ നമുക്കുണ്ടാകേണ്ടത്? ഈ വോട്ടുകളിൽ സാക്ഷിയല്ലേ നമ്മുടെ സഹോദരൻ നമ്മുടെ വീട്ടിൽ നിന്നിട്ടില്ലേ? നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ടില്ലേ? നമ്മൾ അവരുടെ വീട്ടിൽ താമസിച്ചിട്ടില്ലേ? നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലേ? അവർ നമുക്ക് ഭക്ഷണം നൽകിയിട്ടില്ലേ? മനുഷ്യരെന്നല്ലേ നാം പരിഗണിച്ചത്? ഈ മനുഷ്യരെന്ന പരിഗണന നൽകി മനുഷ്യരെ സ്നേഹിക്കാൻ, മനുഷ്യ വിപത്തിന് അപകടകരമായി പഠിക്കുന്ന ലഹരിയെ തുരത്തിയൊഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഓരോ മാതാവും പിതാവും കുടുംബത്തിൽ നിന്ന് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി തുടങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.